ബിജു ചേട്ടാ നമസ്കാരം. നമസ്കാരം. മണിപ്പൂരിൽ ഒടുവിൽ പ്രസിഡൻസി റൂൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്, അഥവാ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കശ്മീരിന്റെ പാതയിലോട്ടാണോ മണിപ്പൂർ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് മണിപ്പൂരിൽ ഇനി അവിടെയുള്ള എന്താണ് ഒരു കുന്തളിപ്പും നടക്കാൻ പോകുന്നില്ല. മണിപ്പൂരിൽ ഇനി എല്ലാവരും അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി എന്ന ഒരു രീതിയിലേക്ക് കേന്ദ്രം പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ സൈന്യവും അവിടെയുള്ള പോലീസും സംയുക്തമായി വമ്പൻ ഓപ്പറേഷൻ നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ബീരേൻ സിംഗ് അവിടെ രാജിവെച്ചപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു കോടതി വിധി ഇപ്പോൾ ബീരേൻ സിംഗിന് എതിരായിട്ട് വരും, അതുകൊണ്ടുകൂടെ ആയിരിക്കാം ബീരേൻ സിംഗ് രാജിവെച്ചത് എന്നുള്ളത്. എന്നാൽ അതിനെല്ലാം ഒന്നുകൂടെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ മണിപ്പൂര് ക്ലീൻ ആക്കാനുള്ള അല്ലെങ്കിൽ വൃത്തിയാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 60 കൊല്ലത്തിന് മുമ്പ്, അത് 60 കൊല്ലത്തിൽ കൂടുതലായി, അത് ഒരുപക്ഷെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഈ മണിപ്പൂരിലെ പ്രശ്നം എന്ന് പറയുന്നത്. കോൺഗ്രസ് അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു സമീപനമാണ് അതിൽ സ്വീകരിച്ചത്. അപ്പോൾ കശ്മീരൊക്കെ നമുക്കറിയാം പുഷ്പം പോലെയാണ് പിടിച്ചെടുത്തത്. പക്ഷെ മണിപ്പൂർ ഗോത്ര വിഭാഗമാണ്, അവർക്ക് ഭരണഘടനാപരമായിട്ടുള്ള പല പല ആനുകൂല്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമുക്കങ്ങനെ കശ്മീരിൽ ചെയ്തതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ പല ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം മണിപ്പൂര് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായിരിക്കും കേന്ദ്രത്തിന്റെ മനസ്സിൽ? മണിപ്പൂരിൽ എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്? എന്താ തോന്നുന്നത്? ഈ മണിപ്പൂർ എന്നല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നതെല്ലാം കലാപത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. നാഗാലാൻഡ്, മിസോറാം, ഇതെല്ലാം ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന്റെ ഒരു ബാഹ്യപത്രങ്ങളാണ്. മുൻപ് കുക്കികളും നാഗന്മാരും തമ്മിലായിരുന്നു സംഘർഷം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നാഗന്മാർ കുക്കികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളിൽ. അപ്പൊ ഇവിടെ സംഭവിച്ചത് 22 മാസമായി, 21 മാസം കഴിഞ്ഞിരിക്കുന്നു മണിപ്പൂരിൽ ഈ കലാപങ്ങൾ തുടങ്ങി. അപ്പോ 21 മാസങ്ങൾക്ക് മുമ്പ് ഒരു കോടതി വിധി വരുന്നു. അവിടുത്തെ ഒരു ഹൈക്കോടതി വിധി വരുന്നു. അതില് മേത്തി വിഭാഗത്തിന് സംവരണം നൽകണം എന്ന് ഒരു വിധിയാണ് വരുന്നത്. ഒരു വിധി, അതായത് ഈ വിധിയുടെ ഒരു ഹൈക്കോടതി വിധിയാണ്. ഇതിന് മുകളിൽ കോടതികളുണ്ട്. നമുക്കറിയാം സംവരണ വിഷയങ്ങൾ കോടതി മാത്രം തീരുമാനിച്ച് നടക്കുന്ന ഒരു വിഷയമല്ല, അത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ളതാണ്. നിയമസഭ അത് പാസ്സാക്കേണ്ടതുണ്ട്, പിന്നീട് കേന്ദ്രത്തിലേക്ക് പോകേണ്ടത്, ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. 15ഓളം മേത്തി സംഘടനകൾ നൽകിയ ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വരുന്നത്. ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് കുക്കി സംഘടനകൾ രംഗത്തിറങ്ങുന്നു. അതിനുശേഷം അവർ ഉന്നയിച്ചൊരു പ്രധാന ആരോപണം ഈ പോലീസ് സേനയുടെ തലപ്പത്തല്ല മേത്തികളാണ് ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ വിധി വരുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ഈ പോലീസിന്റെ മേധാവിയായിട്ട് ഒരു മേത്തി വിഭാഗത്തിന്റെ ഒരു വ്യക്തി, പോലീസ് മേധാവി ഇപ്പൊ മേത്തിയാണോ കുത്തിയാണോ നോക്കിയിട്ടല്ല മേധാവിയെ നിയമിക്കുന്നത്, സീനിയോറിറ്റി മറ്റു കാര്യങ്ങളും നോക്കിയിട്ടാണ്. അങ്ങനെ അവിടെ മേധാവിയെ നിയമിക്കുന്നു ബീരേൻ സിംഗ്. ആ മേധാവി ചാർജ് എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു വിധി വരുന്നത്. ഈ വിധിയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ ഒരു പെട്ടെന്നുണ്ടായ കാരണം. അങ്ങനെയാണല്ലോ നമ്മൾ ഈ കലാപങ്ങൾ പല റീസൺസ് ആണ്. മൂലകാരണം ഉണ്ടാകും, അതായത് നിലവിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, പെട്ടെന്നുണ്ടാകാനുള്ള ഒരു കാരണമാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു കാരണമാണ് ഈ ഒരു വിധി. അങ്ങനെ ഒരു വിധി ഉണ്ടായാലും അതിനൊരു പെട്ടെന്നൊരു സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇതിനു മുമ്പ് എത്രയോ വിധികൾ മണിപ്പൂർ കണ്ടിരിക്കുന്നു. നമ്മൾ ബംഗ്ലാദേശിലും സമാനമായിട്ടുള്ള ഒരു വിധിയാണല്ലോ അവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പൊ അതിന്റെ പിന്നിൽ ഈ വിധിയെ ആളിക്കത്തിക്കാനുള്ള ക്ഷുദ്രശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സംഘർഷം ഏത് നിമിഷവും ഉണ്ടാകാം. കാരണം ഇരു വിഭാഗങ്ങളുടെയും ഇടയിൽ വലിയ കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളും, ഇരു വിഭാഗവും സായുധ സജ്ജരായിരിക്കുകയാണ്. അവിടുന്ന് പെട്ടെന്നുണ്ടായ റീസൺ, ഒരു കാരണം വേണമല്ലോ കലാപം ഉണ്ടാകാനായിട്ട്. അപ്പൊ ആ പെട്ടെന്നുണ്ടായ ഒരു കാരണം, ഇതൊരു കാരണം എന്ന് പറയാൻ കഴിയില്ല, ഇത് പെട്ടെന്നുണ്ടായ ഒരു കാരണം, ഒരു വഴിമരുന്ന് ഒരു സാധനമാണ്. അപ്പൊ ഇത് വരുന്നു, ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടത്തും അക്രമാസക്തമാകുന്നു, സംഘർഷങ്ങൾ വരുന്നു, പരസ്പരം കൊന്നൊടുക്കുന്നു, അങ്ങനെ ഇത് കലാപമായി മാറുന്നു. കലാപമായി മാറുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ജമ്മു കാശ്മീരിലും മറ്റും ഇടപെടുന്നത് കണക്ക് വളരെ ഈസി ആയിട്ട് മണിപ്പൂരിലോ മറ്റു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളോ ഇടപെടാൻ കഴിയില്ല. കാരണം നമ്മുടെ ഭരണഘടനാപരമായി ചില പരിമിതികൾ നമ്മുടെ കേന്ദ്ര സർക്കാരിനുണ്ട്. സംസ്ഥാന സർക്കാരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഇത്രയുള്ള ഗോത്രവർഗ മേഖലകളിൽ, കാരണം അവർക്ക് കുറെ പ്രിവിലേജുകളുണ്ട്, അങ്ങോട്ടൊക്കെ കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ. അത് തന്നെ ഒരു വലിയ പരിമിതമായി അവിടെ നിൽക്കുന്നു. ഒരു പരിമിതമായ ഒരു കാര്യം തന്നെയാണ് അത്. അവിടെയാണ് ഈ ഒരു വലിയ വാർത്ത എത്തുന്നത്. അവിടെ ഈ സായുധ കലാപകാരികൾ പോലീസിന്റെ ആയുധ ഡിപ്പോ കൊള്ളയടിക്കുന്നു. 5000-ഓളം തോക്കുകളും 6 ലക്ഷത്തോളം വെടിയുണ്ടുകളും കവർന്നെടുത്തുകൊണ്ട് പോകുന്നു.
ഉം. അപ്പോ അതിനെക്കുറിച്ച് പിന്നീട് വന്ന വാർത്ത ബീരൻ സിംഗ് പറഞ്ഞിട്ട് മേത്തി വിഭാഗക്കാരായ കലാപകാരികൾക്ക് പോലീസ് തന്നെ ഈ ഗോഡൌൺ തുറന്നു കൊടുക്കുകയായിരുന്നു എന്നാണ് വാർത്ത വന്നത്. അന്ന് തന്നെ കേന്ദ്രം പറഞ്ഞിരുന്നു ഇവ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അന്ന് മുതൽ തിരിച്ചു പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ബീരൻ സിംഗിന്റെ ഭാഗത്തുനിന്ന് അതിനൊരു ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നൊരു വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉം. ശുഷ്കാന്തി കാണിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ കുക്കി വിഭാഗക്കാരും ഈ പ്രാദേശികമായി നിർമ്മിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഈ കലാപത്തിൽ യൂസ് ചെയ്തിരുന്നു. അതായത് ഈ കുക്കി വിഭാഗക്കാർ എന്ന് പറയുന്നത് മ്യാൻമാറിൽ നിന്ന് എത്തിയ ഗോത്രവർഗ വിഭാഗമാണ്. അപ്പൊ മ്യാൻമാർ വഴി ഇവർക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ആയുധങ്ങളും മറ്റുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കുക്കി ഭീകരർ എന്ന നിലയിലേക്ക് അവർ എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കലാപം പിന്നെ ഭീകരവാദത്തിന്റെ രീതിയിലേക്ക് മാറിയത് കൊണ്ടാണ്. ബാലിസ്റ്റിക് മിസൈൽ നമ്മുടെ ഈ പ്രാദേശിക ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്ന പോലെ പ്രാദേശിക ബാലിസ്റ്റിക് മിസൈൽ അതൊരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ തൊടുത്തുവിടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് ഇതിനൊക്കെ കൂടുതൽ കൂടുതൽ കേന്ദ്രം പിടിമുറുക്കുന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയ ഒരു സംസ്ഥാനമല്ല മണിപ്പൂർ. മണിപ്പൂർ ഇതിനു മുമ്പ് പലവട്ടം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ്. അബ്സ നിയമം നിലനിന്ന സംസ്ഥാനമാണ്. ഇതെല്ലാം ഉണ്ടായ ഒരു സംസ്ഥാനമാണ്. നരേന്ദ്രമോദി കയറിയതിനു ശേഷം അബ്സ നിയമം കുറെ ഇടങ്ങളിൽ നിന്നൊക്കെ പിൻവലിക്കപ്പെട്ടു. ഏതായാലും പതുക്കെ പതുക്കെ കേന്ദ്രം ഇതിന് വേണ്ടിയിട്ട് സൈന്യത്തിന്റെ അനവധി യൂണിറ്റുകളെ പല ഘട്ടങ്ങളായി മണിപ്പൂർ വിന്യസിച്ചു തുടങ്ങിയിരുന്നു. അതായത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമായിരുന്നില്ല, പലപ്പോഴായിട്ട് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് അവർ നടത്തിയ രണ്ട് നീക്കങ്ങളാണ്. ഒന്ന്, അവിടെ ഈ പോലീസിനെയും സൈന്യത്തെയും തമ്മിൽ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി, അതായത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപദേഷ്ടാവിനെ നിയമിച്ചു. ഈ ഉപദേഷ്ടാവിനെ ആ റോളിലല്ല അവിടെ നിയമിച്ചത്. കുറച്ചു നാൾക്ക് മുമ്പ് അദ്ദേഹത്തെ നിയമിച്ചത് ഇതിന് വേണ്ടി ഒരു ഉപദേശം നൽകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സൈന്യത്തെയും പോലീസിനെയും ഒന്നിച്ച് ഈ ഓപ്പറേഷന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഉപദേഷ്ടാവായിരുന്നു. ഒപ്പം തന്നെ പുതിയൊരു ചീഫ് സെക്രട്ടറി കൂടെ നിയമിച്ചപ്പോൾ പൂർണ്ണമായി, അതായത് ഘട്ടം ഘട്ടമായിട്ട് ഇംഫാലിൽ അടക്കം സൈനിക വിന്യാസം കൂട്ടിക്കൊണ്ട് ഒരു വലിയ ഓപ്പറേഷൻ തയ്യാറെടുക്കുകയായിരുന്നു സേന. അപ്പൊ അതിനുള്ള അവരുടെ ഒരു തടസ്സമായിട്ട് നിന്നത് ഈ സംസ്ഥാന സർക്കാരായിരുന്നു. വീണ്ടും ഇത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ സൈന്യത്തിന് കൂടുതൽ പവറുകൾ കിട്ടുകയും അവർക്ക് റെയ്ഡുകൾ ഉൾപ്പെടെ ചെയ്യാനുള്ള സാഹചര്യം വരുത്തുകയും ചെയ്യും. ഒപ്പം തന്നെ കാശ്മീരിൽ അടക്കം ചെയ്തതുപോലെ ഒരു വലിയ ഓപ്പറേഷൻ കാശ്മീരിൽ ഈ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷനുകൾ, അതായത് കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന ഓപ്പറേഷനുകളെല്ലാം പോലീസും സൈന്യവും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷനുകളാണ്. കാരണം സൈന്യത്തെ സംബന്ധിച്ച് പോലീസിന്റെ സഹായം അനിവാര്യമാണ് ഈ മണിപ്പൂർ പോലുള്ള ഇടങ്ങളിൽ. കാരണം ഇതിന്റെ ഏരിയകളിൽ പോകുവാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. കാരണം ലോ ആൻഡ് ഓർഡർ എപ്പോഴും പോലീസിന്റെ ഭാഗത്താണ്, സൈന്യത്തിന് മറ്റ് ഓപ്പറേഷൻസിലെ ഉള്ളൂ. അപ്പം ഇത് രണ്ടും കൂടെ സംയുക്തമായിട്ടാണ് പോകുന്നത്. മുമ്പ് കാശ്മീരിലടക്കം ഇവ രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നു പോകുന്നത്. പോലീസ് പോലീസിന്റേതായ വഴിയിലും സൈന്യത്തിന്റേതായ വഴിയിലുമാണ്. പിന്നീട് അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തപ്പോഴാണ് നമുക്ക് കൂടുതലായി ഭീകരരെ കണ്ടെത്താനും ഒതുക്കാനും കഴിഞ്ഞു. അതേ മാതൃകയിലാണ് ഇപ്പോൾ മണിപ്പൂരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം തന്നെ ഇത് നേരത്തെ തന്നെ ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. കാരണം ബീരൻ സിംഗിനെ മാറ്റിയിട്ട് BJP സംബന്ധിച്ച് അവിടെ വേറൊരു മുഖ്യമന്ത്രി വെക്കുക അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. അത് മാത്രവുമല്ല, ബീരൻ സിംഗിന് ഒരു പിൻഗാമിയെ കണ്ടെത്താൻ അവരുടെ ഒരു യോഗം കൂടിയിട്ട് തീരുമാനം ആയിട്ടുമില്ല, MLA മാരുടെ യോഗം കൂടിയിട്ട്. കാരണം ബീരൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു നല്ല പ്രതിച്ഛായ ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഈ കലാപം മാത്രമാണ് അദ്ദേഹത്തിന് നമുക്കൊരു മോശമെന്ന് പറയാൻ, മോശമെന്നല്ല, അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് മാർക്ക് എന്ന് പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ്. BJP സംബന്ധിച്ച് എങ്ങനെ നോക്കിയാലും പറയാനായിട്ട് ഈ ഒരു മുഖ്യമന്ത്രി ഉള്ളതാണ്. ഏതായാലും ഇത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ പിടിമുറുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ടെറർ ഗ്രൂപ്പുകളെ ഒതുക്കുക. കാരണം നമുക്കറിയാം ഈ മാവോയിസ്റ്റുകളെ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തീർത്തിരിക്കുന്നു. 2026 മാർച്ച് ആകുമ്പോഴും പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ ഇപ്പൊ അവരുടെ ഏതാണ്ട് ഒരു 95% മേളിലും മാവോയിസം അല്ലെങ്കിൽ നക്സലിസം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. കാശ്മീർ ശാന്തമായിരിക്കും. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഊഴമാണ്. ആ ഊഴത്തിലേക്ക് ആദ്യം എത്തുന്നത് മണിപ്പൂരാണ്. ഇനിയുമുണ്ട് അനവധി സംസ്ഥാനങ്ങൾ. പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ അപകടം മണത്തുകൊണ്ട് അവിടുത്തെ ഈ ഗ്രൂപ്പുകൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം അവർക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ ഈ നക്സൽ ബാധിത മേഖല അടിച്ചൊതുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന കാശ്മീർ അടിച്ചൊതുക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കേന്ദ്ര സർക്കാരിന് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ കേൾക്കുന്ന ഒരു വാർത്ത, ഈ മണിപ്പൂരില് മെയ്ത്തി വിഭാഗക്കാർ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിൽ. കാരണം ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈന്യത്തിനായിരിക്കും അവിടുത്തെ ഈ സുരക്ഷയുടെ കാര്യങ്ങളെ പറ്റി നോക്കുന്നത്. പൂർണ്ണ ഉത്തരവാദിത്വം. അവിടെ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. പോലീസിലാകുമ്പോഴത്തേനും മന്ത്രിമാർക്കോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഇടപെടാൻ കഴിയും. അവരെ പിടിക്കരുത്, അങ്ങോട്ട് പോകരുതെന്ന് പറയാൻ കഴിയും. ഇവിടെ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ കൺട്രോളും കാര്യങ്ങളും നിശ്ചയിക്കുന്നത് സൈന്യമാണ്. അവിടെ ഈ പാർട്ടിക്കാർക്കോ ഇല്ലെങ്കിൽ ഈ അവിടുത്തെ സാമുദായിക സംഘടനകൾക്കോ ഒന്നും അതിനകത്ത് വലിയ റോളില്ല. ഇപ്പോൾ സൈന്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണാതെ പോയ അല്ലെങ്കിൽ മോഷണം പോയ
ഈ തോക്കുകളും തിരകളും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇംഫാലിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തയില് അവിടെ കൂടുതൽ വനിതാ സേനാംഗങ്ങളെ വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കാരണം ഈ മണിപ്പൂരിലൊക്കെ സംബന്ധിച്ച് വനിതകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒരുപിടി ഈ പ്രതിഷേധങ്ങൾക്കും പറ്റും. അവിടുത്തെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പ്രതിഷേധ പ്രകടനമോ ഒന്നുമല്ല. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ്. ഒരു ചെറിയ പ്രതിഷേധ പ്രകടനം പോലും പോലീസ് വളരെ ജാഗ്രതയോടു കൂടിയാണ് അതിനെ നിരീക്ഷിക്കുന്നത്. കാരണം അത് കല്ലേറിലും ഉം. വെടിവെപ്പിലും കത്തിക്കുത്തിലും ബോംബേറിലും അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രകടനത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമ്പോൾ മണിപ്പൂരിന്റെ ക്ലൈമാക്സ് ആയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ കടുത്ത ഒരു നടപടിയിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ബംഗ്ലാദേശുമായിട്ട് ഉള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ അതിർത്തി രാജ്യം. മുമ്പ് അവിടെ നിന്നൊക്കെയുള്ള സഹായങ്ങളും ഈ മണിപ്പൂരിലെ കലാപകാരികൾക്ക് ലഭിച്ചിരുന്നു. അവിടെ മണിപ്പൂരിലെ ഈ രണ്ട് വിഭാഗങ്ങൾ മാത്രമല്ല, ഇതിനിടയില് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഗ്രൂപ്പുകളും മറ്റും കടന്നു കയറിയിട്ട് അവരുടേതായ ചില പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മ്യാൻമാറിൽ നമ്മുടെ അതിർത്തി സുരക്ഷിതമാക്കാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി നടന്നത്. അതിപ്പോൾ നമുക്ക് സുരക്ഷിതമായിരിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് കുറച്ച് സേഫ് സോണിലാണ്. കാരണം മ്യാൻമാറിൽ നിന്നുള്ളൊരു കുടിയേറ്റം ഇല്ല, മ്യാൻമാറിൽ നിന്ന് ഈ ഈ കുട്ടികളെ മറ്റും സഹായിക്കുന്നതിന് ഇങ്ങനെ കടന്നു കയറാൻ കഴിയാത്ത രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. അതിനൊരു പരിധിവരെ സഹായിച്ചിരിക്കുന്നു ഈ അരക്കൻ ആർമിയുടെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളാണ്. അരക്കൻ ആർമി ഈ അതിർത്തി മേഖലയിലൊക്കെ ഒരു ശക്തമായ സ്വാധീനമായി മാറുകയും ബംഗ്ലാദേശിന്റെ അതിർത്തി വരെ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഒരു രാഷ്ട്രം പോലെ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ സേഫ്റ്റിയുടെ കാര്യം അരക്കൻ ആർമി നോക്കിക്കൊണ്ടു. അപ്പോൾ ഇനി ഉള്ളത് ഇവിടെ വളഞ്ഞിട്ട് തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് 80% ആയുധങ്ങൾ ഇപ്പോഴും അവരുടെ പക്കലുണ്ട്. അതായത് ഇനിയിപ്പോൾ നമ്മൾ കാശ്മീരിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ മണിപ്പൂരിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ ഇനി ഉണ്ടായില്ല. ഇനിയിപ്പോൾ മാധ്യമങ്ങൾ ചെയ്യാൻ പോകും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ അടക്കം ചെയ്യാൻ പോകുന്ന വാർത്തകൾ കാശ്മീരിൽ പട്ടാളത്തിന്റെ അങ്ങനെ ചെയ്തു, പട്ടാളം ഇങ്ങനെ ചെയ്തു എന്നുള്ള വാർത്തകളായിരിക്കും ഇനി കൂടുതൽ വരുന്നത്. പക്ഷെ അവിടെ നിന്ന് വാർത്തകൾ അങ്ങനെ മണിപ്പൂരിൽ ഇതേ കണക്കുള്ള വാർത്തകൾക്കാണ് ഇനി വലിയ സ്കോപ്പ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ തീവ്ര ഇടതുപക്ഷ മോദി വിരുദ്ധ BJP വിരുദ്ധ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതില്, നമുക്ക് കശ്മീരിൽ ഈ പട്ടാളത്തെ ഇറക്കി അവരെ ചട്ടം പഠിപ്പിക്കുക, ആ സ്ഥലം അതായത് ആ ലാൻഡ് അത് നമ്മുടെ ഒരു ദേശീയത പറഞ്ഞ്, ആ ദേശീയതയാണ് കശ്മീരിൽ യഥാർത്ഥത്തിൽ വർക്കൗട്ട് ആയത്. കശ്മീരിൽ നമ്മൾ പ്രയോഗിച്ച ആയുധം യഥാർത്ഥത്തിൽ സൈന്യമൊന്നുമല്ല, ദേശീയതയാണ്. കശ്മീർ നമ്മുടെ ലാൻഡാണ്, തൊട്ടടുത്ത് പാക് ഒക്കുപൈഡ് കശ്മീർ കിടക്കുന്നു. ആ ഒരു ലാൻഡ് നമ്മൾ ആ ഒരു ലാൻഡ് നമുക്ക് വേണം, കശ്മീർ നമ്മുടേതാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അതിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ കടുത്ത അമർഷമുണ്ടെങ്കിലും കശ്മീർ പാകിസ്ഥാനൊക്കെ കൊടുക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ കടിച്ചു പിടിച്ചിരുന്നു. കാരണം ആ കടിച്ചു പിടിച്ചിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ദേശീയത എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു എന്താ പറയുക, ആ ഒരു വമ്പൻ ഒരു മൂല്യം അതിന്റെ മുമ്പിൽ നിൽക്കും. ദേശീയതയ്ക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് മതമൗലികവാദിയായിരുന്നാലും ഇനിയിപ്പോ എല്ലാ മോദി വിരുദ്ധരും ഇയാൾക്കെതിരെ തിരിയുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴും കശ്മീരിനെ പറ്റി അവർക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. കശ്മീരിൽ അവർ കൂടിപ്പോയാൽ പറയുന്നത് നരേന്ദ്രമോദി അവിടെ ഫാസിസം കാണിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ കശ്മീർ അവർക്ക് പാകിസ്ഥാന് വിട്ടുകൊടുക്കണമെന്നോ കശ്മീരിലുള്ള ജനങ്ങളെ കുറിച്ച് പോലും അവരൊന്നും പറയാറില്ല. കാരണം അവിടെയുള്ള ജനങ്ങളൊക്കെ ഹാപ്പിയാണ്. അവിടെ ഇപ്പോ പോയ വ്ളോഗർമാരൊക്കെ, ഇന്നലെ ഞാനൊരു വ്ളോഗ് കണ്ടിരുന്നു, കശ്മീർ എന്തൊരു മാറ്റമാണ് മാറിയതെന്ന് പറഞ്ഞ ഒരു വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ആ കശ്മീർ നമുക്ക് അത് വർക്കൗട്ട് ആവും ഈ ഒരു സംഭവം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മണിപ്പൂർ, അവർക്കൊരു ഗോത്രീയമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തിനും പോകുന്ന ഒരു ആൾക്കാരാണ് അവർ. അത് നമുക്കറിയാം. അവിടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ബിജുചേട്ടൻ തന്നെ പല ചർച്ചകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ പോലീസുകാരൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളൊക്കെ മുന്നിൽ പൂർണ്ണ നഗ്നരായി കയറി നിന്ന് വെടികൊണ്ട് മരിക്കുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചുകൊള്ളട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കുട്ടികളെ മുന്നിൽ നിർത്തുന്നു, സ്ത്രീകളെ മുന്നിൽ നിർത്തുന്നു, അവർ തന്നെ സ്വയം മുറിവേൽപ്പിക്കുന്നു. ഇന്ത്യൻ പട്ടാളം വന്നാലും ഞങ്ങൾക്ക് യാതൊരുവിധ ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, കശ്മീർ പോലെയുള്ള ഒരു വോ ഫാക്ടർ, അതായത് ദേശീയത എന്ന് പറഞ്ഞൊരു വോ ഫാക്ടർ അവിടെ ഇല്ല. പിന്നെ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിൽ തന്നെയും ഏറ്റവും വലിയ വിമർശനം യൂണിഫോം സിവിൽ കോഡിൽ വന്നത് ഗോത്ര വിഭാഗങ്ങൾക്കുള്ള ആ ഒരു ഭരണഘടനാ മൂല്യങ്ങൾ അതുപോലെ നിലനിർത്തിയിട്ടാണ് യൂണിഫോം സിവിൽ കോഡ് വന്നത്. അപ്പൊ അതിൽ പോലും നമ്മൾ ഇവരെ തൊടാനായിട്ട് നമ്മൾ ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാഷ്ട്രപതി ഭരണം ഇവിടെ ഏർപ്പെടുത്തുമ്പോൾ, അവിടെ സൈന്യത്തെ ഇറക്കുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവായി മാറും ചേട്ടാ? ഇല്ല, ഇതിനകത്തും വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. കാരണം ഇതിന്റെ ഭൂപ്രകൃതി ഒരു വലിയ വിഷയമാണ്. കാരണം നമ്മുടെ സൈന്യത്തിന്റെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ഏരിയകളിലും സൈന്യത്തിന് എത്തപ്പെടാൻ പറ്റാത്ത ഭൂപ്രകൃതിയാണ്. ഇതെല്ലാം മലയോര സംസ്ഥാനങ്ങളാണ്. ഗോത്രവർഗ മേഖല മുഴുവൻ മലയോര പ്രദേശങ്ങളാണ്, മലമുകളിലാണ് ഈ സംസ്ഥാനങ്ങൾ മുഴുവൻ. അതൊരു വലിയ വിഷയമാണ്. കാശ്മീരിൽ നമുക്ക് ആ വിഷയങ്ങൾ വലിയ രീതിയിലില്ല എങ്കിൽ പോലും നമുക്ക് ആ വിഷയങ്ങളുണ്ട്.
വനത്തിനുള്ളിലൊക്കെ മറഞ്ഞിരിക്കുന്ന ടെററിസ്റ്റുകളെ ഒതുക്കി തീർക്കാൻ നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ചെങ്കുത്തായ ഉം. മലകളും കാടുകളും ഒക്കെയാണ്. ഇവിടെയും ആ പ്രശ്നം തന്നെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ വിഷയങ്ങൾക്ക് കുറെ സൊല്യൂഷൻസ് ഉണ്ട്. ഇവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഈ സൊല്യൂഷൻസ് ഒന്നും മുൻകാല സർക്കാരുകള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നില്ല. അവർക്കൊരു വികസനം എത്തിച്ചിരുന്നില്ല, അവർക്ക് റോഡുകൾ എത്തിച്ചിരുന്നില്ല, അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കൊന്നും പണം എത്തിക്കുകയോ സഹായം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാർ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് എടുത്തു തന്നെ പറയേണ്ടി വരും. കാരണം ഇത് തന്നെയാണ് ഇവരുടെ ഇടയിൽ ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള പ്രധാന പ്രശ്നം. കാരണം ഉം. ഇപ്പോഴും ഈ ഗോത്രവർഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ പലതും അടിച്ചു മാറ്റുകയും അവർക്കൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ ഫണ്ടുകൾ പലതും സംസ്ഥാന സർക്കാരുകൾ വഴി അവരുടെ കയ്യിൽ എത്തുന്നില്ല എന്നൊരു പരാതി അവർക്ക് വലിയ രീതിയിൽ തന്നെയുണ്ട്. നമ്മളത് ഉം. കണ്ടതാണ്. അസാമിലെ ഉൾഫ അടക്കമുള്ള തീവ്രവാദികൾക്ക് നിശബ്ദരാക്കാൻ വേണ്ടി അതെ കേന്ദ്രത്തിന് അതെ. കഴിഞ്ഞു. എങ്ങനെയാന്ന് വെച്ചാൽ അത് അക്രമത്തിലൂടെ അല്ല അവരെ നിശബ്ദരാക്കിയത്. അവരുടെ തട്ടകങ്ങളിലുള്ള ഗോത്രവർഗ മേഖല അവരെ പിന്തുണച്ചിരുന്ന ജനത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തുന്നില്ല, ഫണ്ടുകളായാലും വികസനമായാലും ഞങ്ങളിലേക്ക്. അപ്പോഴാണ് കേന്ദ്രം പുതിയ ഒരു നിയമവുമായി രംഗത്തെത്തിയത്. ആർട്ടിക്കിൾ 125 പുതിയ നിയമം ഞങ്ങൾ കൊണ്ടുവരുന്നു, അത് കേന്ദ്രം നിങ്ങൾക്ക് നേരിട്ട് പണം തരികയാണ് എന്നൊരു രീതിയിലേക്ക് വന്നപ്പോൾ അവർ മാറി. അങ്ങനെയാണ് ഉൾഫയുടെ പ്രധാനപ്പെട്ട തട്ടകമായ അസാമിലെ ജില്ലാ കേന്ദ്രത്തിൽ, ദ്രിബുഗഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ ദ്രിബുഗഡിൽ ഉം. തന്നെ നമ്മൾ ഈ ഇത്തവണ ചരിത്രത്തിലാദ്യമായി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനത്തിന് ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്രാവശ്യം അവിടെയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതേ മാതൃക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല സംസ്ഥാനത്തേക്കും വരും. ഈ മെയ്ത്തികളെ സംബന്ധിച്ച് അവരാവശ്യപ്പെടുന്നത് ആദ്യം ഒരു സ്വതന്ത്ര രാജ്യം പ്രദേശം വേണം ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് സ്വാഭാവികമായിട്ടും ഈ വിഘടനവാദികൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവര് ഇപ്പോൾ അതല്ല പറയുന്നത്. അവര് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്വയം ഭരണാധികാരമുള്ള പ്രദേശം വേണം എന്നാണ് പറയുന്നത്. ഒരു ഇവര് മലമുകളിലും മേത്തികൾ താഴെ അടിവാരത്തിലുമാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അവർക്ക് വേണ്ട ഒരു സ്വയംഭരണ അധികാരമുള്ള ഒരു കൗൺസിൽ, ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അതിന്റെ പേരിലും ചർച്ചകൾ നടത്തിയിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് മേത്തികൾ മാത്രമല്ല അവരുടെ പിന്തുണക്കാരും അവരുടെ എം.എൽ.എമാരും, കുക്കികളുണ്ട്. അവർക്കുള്ള 37 എം.എൽ.എമാരിൽ 12 പേര് കുക്കികളാണ്. മേത്തികൾ എന്ന് പറയുമ്പോൾ മേത്തികളെല്ലാം ഹിന്ദുക്കളല്ല, മേത്തികൾക്കിടയിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുക്കിയും മേത്തിയിലെ ക്രിസ്ത്യൻസും കൂടെ മേത്തിയിലെ ക്രിസ്ത്യൻസ് പറഞ്ഞാൽ അവരും ഈ കുക്കികൾക്കെതിരാണ്. ഇവിടെ ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ ലഹള എന്നാണല്ലോ പറയുന്നത്. ഈ അതെ നേറ്റീവ് അതെ. വിഭാഗത്തിനിടയിലുള്ള ക്രിസ്ത്യൻസും ഈ പറയുന്ന കുക്കികൾക്കെതിരാണ്. അപ്പൊ അവിടെ ഹിന്ദു ക്രിസ്ത്യൻസ് എന്നുള്ളതല്ല, ഇരു വിഭാഗങ്ങൾ. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നും കലാപകലുഷിതമായ ഒരു അന്തരീക്ഷവും വാർത്തകളും തന്നെയായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കലാപങ്ങളല്ല. ഈ കലാപം നരേന്ദ്രമോദി കയറിയതിനു ശേഷവുമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി കയറിയതിനു ശേഷമാണ് കലാപത്തിന്റെ കുറെയൊക്കെ കുറവ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുൻ കലാപങ്ങളിലൊക്കെ 2000, 3000, 4000 പേരൊക്കെയാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഇത്തവണ അവരുടെ എണ്ണം കുറഞ്ഞിട്ട് കലാപം വലിയ രീതിയിൽ ഇതായില്ല. ഇനിയിപ്പോ ഈ രാഷ്ട്രപതി ഭരണം ഉള്ള കാലത്തേക്ക് മുഴുവനല്ല, അതിനൊരു ഷോർട്ട് ടൈം മാത്രമേ രാഷ്ട്രപതി ഭരണം വെക്കാൻ കഴിയൂ. ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തേക്ക് രാഷ്ട്രപതി ഭരണം നീളും. ഈ 6 മാസത്തിനുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ചകൾ ഉം. ഇതിനിടയിൽ തന്നെ പാരലായിട്ട് നടക്കും. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാർ, അമിത്ഷാ നേരിട്ട് ചർച്ചകൾ നടത്തുകയാണ്. അതായത് കുക്കിയുടെയും മേത്തിയുടെയും ഒക്കെ നേതാക്കളുമായിട്ട് കേന്ദ്രം ഡയറക്റ്റ് ആണ് ചർച്ച നടത്തുന്നത്. അതിൽ സംസ്ഥാനത്തിന്റെ ഇടനിലക്കാരും തന്നെയില്ല. ഇന്ന് ചുക്കാൻ ഉം. പിടിക്കുന്നത് മുഴുവൻ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ഇത് മണിപ്പൂരിന്റെ കാര്യത്തിൽ മാത്രമല്ല, നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ അവിടുത്തെ വിഭാഗങ്ങളുമായിട്ട് കേന്ദ്രം നേരിട്ട്, അമിത്ഷാ നേരിട്ട് തന്നെ ചർച്ച നടത്തും. അതായത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 6 മാസത്തിൽ അമിത്ഷാ അനവധി വട്ടമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അതെ സന്ദർശിച്ചത്. അതെ നമ്മുടെ അതെ. മാധ്യമങ്ങൾ അത് വാർത്ത അധികം നൽകിയിട്ടൊന്നുമില്ല. അനവധി വട്ടം അദ്ദേഹം പ്രാധാന്യം അവിടെ കൊടുത്തില്ല. സന്ദർശിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എനിക്ക് തോന്നുന്നു ഈ സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്തതിന് ശേഷം അമിത്ഷാ ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ളതും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. അതായത് ഈ മോദി. അദ്ദേഹം മിസോറാമിൽ എത്തുമ്പോഴും മോദിയും അദ്ദേഹം മിസോറാമിൽ എത്തുമ്പോഴും മണിപ്പൂരിലെ ഗോത്രവർഗ നേതാക്കളെ അവിടെ വിളിച്ചു വരുത്തിയിട്ടാണ് ചർച്ച നടക്കുന്നത്. അല്ലാതെ അദ്ദേഹം മണിപ്പൂരിൽ പോയിട്ടില്ല. ഡൽഹിയിൽ ചർച്ച നടക്കുന്നു, അത് അസാമിൽ നടക്കുന്നു, ഒപ്പം തന്നെ മിസോറാമിൽ നടക്കും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഈ നേതാക്കളുമായി ഡയറക്റ്റ് ആണ് സംസാരിക്കുന്നത്. മുൻകാലങ്ങളിൽ വെച്ച് ഇതിന് മീഡിയേറ്റർ ഉണ്ടായിരുന്നു, സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി കൂടെ വരും, ഇല്ലെങ്കിൽ അവരുടെ നേതാക്കൾ. ഇത് അതില്ല, ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. അത് വിവിധ ഉം. സംസ്ഥാനങ്ങളിൽ വെച്ച് നടക്കുന്നു. ഇതിൽ വിവിധ സംസ്ഥാനങ്ങളുടെയും ഇനി ഇതിനേക്കാൾ വലിയൊരു വിഷയം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്, വലിയ വിഷയമുണ്ട്. അതായത് ഇവരുടെ ഒന്നും അതിർത്തികൾ പ്രോപ്പർ അല്ല. ഇതിനെ ചൊല്ലിയുള്ള സംഘർഷം വ്യാപകമാണ്. കഴിഞ്ഞ വർഷമാണ് വലിയ കലാപം ഉണ്ടായത്. അതായത് മിസോറാമിന്റെയും സിക്കിമിന്റെയും തമ്മിലുള്ള അതിർത്തിയായിരുന്നു അതിന്റെ പ്രശ്നം. അതായത് ബോർഡർ ഇവർക്ക് കൃത്യമല്ല. അതായത് ഇവരെ വീതിച്ച് നൽകിയപ്പോൾ, ഇവർക്ക് പുതിയ പുതിയ സംസ്ഥാനങ്ങൾ നൽകിയപ്പോൾ അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബോർഡർ ഇല്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ്.
അപ്പൊ അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. ആ അതിർത്തി പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നാളിതുവരെ ഭരിച്ച സർക്കാരുകൾ കുളമാക്കി ഇട്ടിരിക്കുന്നതാണ്. അവിടുത്തെ ഓരോ ചരടും അല്ലെങ്കിൽ ഓരോ കെട്ടും അഴിച്ചഴിച്ചഴിച്ച് അത് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് കേന്ദ്രത്തിന്റെ. അത് വലിയൊരു ദൗത്യം, അത് ചെറിയ ദൗത്യമല്ല. കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും നാൾക്കകം അത് മൊത്തം കുളമായി കഴിഞ്ഞു. ഇപ്പോഴാണ് അവിടെ ഒരു നല്ല റോഡ് വരുന്നത്. മണിപ്പൂരിൽ ആദ്യമായി റെയിൽവേ വരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. വൈദ്യുതി എത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. കുടിവെള്ളം എത്തിയത് ഈ സർക്കാരിന്റെ കാലത്ത്. എയർ സ്ട്രിപ്പുകൾ, വിമാനങ്ങൾ എത്താനുള്ള സൗകര്യങ്ങൾ കൂടിയത് ഇക്കാലത്താണ്. ഇവിടെയാണ് ഇനി അടുത്ത് നടക്കുന്ന ചർച്ച അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകും. കാരണം അവർക്കൊരു പ്രിവിലേജ് ഈ ഭരണഘടന നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് ഈ മണ്ണിൽ ഒരുപാട് അവകാശങ്ങളുള്ളതാണ് ആദിവാസി വിഭാഗം എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ മണിപ്പൂരിലുമൊക്കെ ഉണ്ടായിരുന്ന ഈ ഭീകരവാദ സംഘടനകളും ഒക്കെ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുന്നില്ല. ഉൾഫ പോലും ഇപ്പോൾ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ഉം. ഉൾഫയിലെ ഒരു ചെറിയ വിഭാഗമാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ബോംബ് വെക്കും, ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് മണിപ്പൂരിന്റെ ഒരു അവസ്ഥ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, ശുഭപ്രതീക്ഷയോട് തന്നെ കാത്തിരിക്കാം. കാരണം കേന്ദ്രം ആഗ്രഹിച്ചതും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനം ആഗ്രഹിച്ചതുമായ ഒരു തീരുമാനമായിരുന്നു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളത്. അതായത് കേന്ദ്രം അതിലേക്ക് നീങ്ങിയിരിക്കുന്നു. അത് പെട്ടെന്നെടുത്ത തീരുമാനവുമല്ല, വളരെ കാലമായിട്ട് അതിന് നീക്കങ്ങൾ കേന്ദ്രം നടത്തി തുടങ്ങി. താങ്ക് യു ബിജേട്ടാ. താങ്ക് യു സോ മച്ച്.